കോൺഗ്രസിനെ രാജ്യസ്നേഹം ഇല്ലാത്തവർ എന്ന് പാർലമെന്റിൽ പറഞ്ഞ BJPയുടെ തേജസ്വി സൂര്യയുടെ നാണംകെട്ട പ്രസംഗത്തിനെതിരെ രാഹുൽ ഗാന്ധി മുൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് നരവനെയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രതിപാദിച്ച് സംഖ്യകളുടെ തനിനിറം തുറന്നു കാണിക്കാൻ ശ്രമിച്ചപ്പോൾ തുടർച്ചയായി 45 മിനിറ്റ് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. അദ്ദേഹത്തെ 1 മിനിറ്റ് പോലും സംസാരിക്കാൻ പേടിച്ചേർന്ന സംഖ്യകൾ സമ്മതിച്ചില്ല. നാണം കെട്ട് തുറന്നു പക്ഷാഭേദം കാണിക്കുന്ന സ്പീക്കർ ഓം ബിർള ആദ്യം പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ കാര്യം കോട്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്ന് തുടർച്ചയായി പറഞ്ഞിട്ട് അവസാനം പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ പോലും അതിലുള്ള കാര്യം ഇവിടെ പറയാൻ സമ്മതിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. മോദിയും ഷായും രാജ്നാഥ് സിംഗും ഇന്ത്യയെ ചൈനയുടെ മുന്നിൽ അടിയറ വെച്ച കാര്യമാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കാൻ ശ്രമിച്ചത്. വടി കൊടുത്ത് അടിമേടിക്കുന്നത് പോലെയായി അത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ അറിയാത്ത ജനങ്ങൾക്കെല്ലാം, അത് തലച്ചോറില്ലാത്ത സംഖ്യകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവരുടെ തനിനിറം വ്യക്തമായി ഇതിലൂടെ. എന്നാൽ സംഖ്യകൾക്ക് അത് പ്രശ്നമല്ല എന്ന് എനിക്കറിയാം. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പാർലമെന്റിന് പുറത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. അതുപോലെ ഇവർക്ക് ഇവരുടെ തനിനിറം തുറന്നു കാണിക്കുന്ന എന്ത് കാര്യമാണ് അദ്ദേഹം ഈ ഓർമ്മക്കുറിപ്പിൽ എഴുതിയത് എന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. എന്നെ കാണുന്ന നിങ്ങളിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. सो दैट इज ये मैं बोलने की कोशिश कर रहा हूँ. मैं ये कह रहा हूँ कि नरवणे जी ने प्रधानमंत्री जी के बारे में, राजनाथ सिंह जी के बारे में अपनी किताब में साफ लिखा है. वो एक आर्टिकल में आया है. मैं आर्टिकल को कोट कर रहा हूँ, मुझे बोलने नहीं दे रहे हैं. मैं नहीं बोल रहा हूँ, नरवणे जी ने ये किताब लिखी है. वो डरे हुए हैं क्योंकि अगर वो निकला तो नरेंद्र मोदी और राजनाथ सिंह की जो रियलिटी है वो लोगों को पता लग जाएगी कि जब चाइना हमारे सामने खड़ा था, आगे आ रहा था, 56 इंच की छाती को क्या हुआ था उस लाइन में. ഞാൻ ഇത് പറയാനാണ് ശ്രമിച്ചത്. ഞാൻ പറയുന്നത് നരവനെ പ്രധാനമന്ത്രിയെക്കുറിച്ചും രാജ്നാഥ് സിംഗിനെ കുറിച്ചും തൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് ഒരു ആർട്ടിക്കിളിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ ആർട്ടിക്കിളിനെയാണ് കോട്ട് ചെയ്യുന്നത്. എന്നാൽ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഞാനല്ല അവരെക്കുറിച്ച് ഇത് പറഞ്ഞത്. നരവനെയാണ് തൻ്റെ പുസ്തകത്തിലൂടെ അത് വെളിപ്പെടുത്തിയത്. അവർ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം അത് പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാവും. ചൈന നമ്മുടെ മുന്നിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു കയറിയപ്പോൾ 56 ഇഞ്ച് നെഞ്ചളവിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ ലൈനിൽ ഉണ്ട്. രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയും ചൈന കടന്നു കയറിയപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് പോയിന്റ്. That's not the point here. The point here is exactly what the Prime Minister said and what Rajnath Singh ji said. That is the point here. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈന്യത്തിന് അത്തരം സാഹചര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകേണ്ട ആളാണ്. എന്നാൽ ഭയന്ന് വിറച്ച് തീരുമാനത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് മോദി ചെയ്തത്. എന്തുകൊണ്ടാണ് സത്യം പറയാൻ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവർ ഭയന്ന് ഓടുന്നത്? ചൈനയെ മാത്രമല്ല പ്രതിപക്ഷത്തെയും ഭയമാണ് മോദിക്കും കൂട്ടർക്കും. കാരണം അവർക്ക് കഴിവില്ല, ചങ്കൂറ്റമില്ല, വിവേകമില്ല. I want to say in the house what the army chief has written. बस वही मैं बोलना चाह रहा हूँ. आर्मी चीफ ने क्या बोला है, मोदी जी ने उनसे क्या कहा, राजनाथ सिंह जी ने उनसे क्या कहा, क्या ऑर्डर दिया, मैं पार्लियामेंट हाउस में बोलना चाहता हूँ. पता नहीं इतने क्यों डरे हुए हैं. അതെ, എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് വ്യക്തമായി എഴുതിയ കാര്യം പറയാൻ അനുവദിക്കാത്തത്? അത് പാർലമെന്റിൽ പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇത് ഒരു സാധാരണ വ്യക്തി എഴുതിയതല്ല. ഇന്ത്യയുടെ സൈന്യത്തെ മൊത്തം നയിച്ച, പ്രത്യേകിച്ച് ചൈന കടന്നു കയറിയ സമയത്ത് നയിച്ച മേജർ നരവനെ എഴുതിയ കാര്യമാണ്. അതുപോലെ ഗോദി മീഡിയകൾക്കും അദ്ദേഹം തക്കതായ മറുപടി കൊടുക്കുകയാണ്. You're all defenders of the BJP. No, not at all. Yes. That's your agenda. Now listen to me. You asked me a question. Let me answer the question. Okay? നിങ്ങളെല്ലാവരും BJPയുടെ സപ്പോർട്ടേഴ്സ് ആണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അല്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ മൈക്കുകളിൽ PTI ഒഴികെയുള്ള എല്ലാം ഗോദി മീഡിയയാണ്. That I want to say in the house what the army chief has written. बस वही मैं बोलना चाह रहा हूँ. आर्मी चीफ ने क्या बोला है, मोदी जी ने उनसे क्या कहा, राजनाथ सिंह जी ने उनसे क्या कहा, क्या ऑर्डर दिया, मैं पार्लियामेंट हाउस में बोलना चाहता हूँ. पता नहीं इतने क्यों डरे हुए हैं. ഇവിടെ അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലും
മാറി മാറിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. मैं 3 चीजें बोलना चाहता हूँ. पहली चीज बोलने नहीं दे रहे हैं. मोदी जी घबराए हुए हैं. आपने देखा. ഇവിടെ അദ്ദേഹം പറയുന്നത് ഞാൻ 3 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിച്ചത്, എന്നാൽ മോദി ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ച വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതെ 3/4 മണിക്കൂർ സംഘിക്കൂട്ടമെല്ലാം കിടന്ന് ബഹളമുണ്ടാക്കുകയാണ് ചെയ്തത്. സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തുന്ന വളരെ ചുരുക്കം ആളുകളിൽ ഒരാളാണ് ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് കാണാം. പാർലമെന്റിൽ മോദി രാഹുൽ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ ബാറ്റിൽ ഗ്രൗണ്ട് ആയി മാറിയിരിക്കുകയാണ് മുൻ ആർമി ചീഫ് ജനറൽ നരവണയുടെ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം. ഇതിന്റെ പിന്നിലെ കഥ 2023 ഈ ബുക്കിന്റെ മുൻകൂർ ഓർഡർ സ്വീകരിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ അവസാന നിമിഷം പ്രസാധകർ അതിൽ നിന്ന് പിൻവലിയുകയും ആ ബുക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അവലോകനത്തിന് വിധേയമാവുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ആ ബുക്കിലുള്ള ഒരു കാര്യം പാർലമെന്റിൽ കോട്ട് ചെയ്യാൻ ശ്രമിച്ചു. സർക്കാർ എതിർത്തു. സ്പീക്കർ സർക്കാർ പറഞ്ഞതുപോലെ സമ്മതിച്ചു. പ്രസിദ്ധീകരിക്കാത്ത ബുക്കിനെ പാർലമെന്റിൽ കോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. പാർലമെന്റിലെ ബഹളങ്ങൾ മറന്നേക്കൂ. ഇതാണ് എൻ്റെ അതിനെക്കുറിച്ചുള്ള സിമ്പിളായ അഭിപ്രായം. വളരെ ഇന്റഗ്രിറ്റിയുള്ള ഒരു ആർമി ചീഫ് എഴുതിയ പുസ്തകത്തിൽ രാജ്യത്തിന്റെ നേതൃത്വത്തെ തുറന്നു കാണിക്കുന്ന എന്ത് സെൻസിറ്റീവായ കാര്യമാണ് ഉള്ളത്. കിട്ടുന്ന വിവരമനുസരിച്ച് ഈ പുസ്തകം മുഴുവനും മോദി പ്രശംസയാണ് ഉള്ളത്. ഇനി അത്തരം ഇവർക്ക് നാണക്കേട് വരുത്തുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കാത്തത് എന്ന് വ്യക്തമാക്കുകയല്ലേ ചെയ്യേണ്ടത്. അവസാനമായി, പുകഴ്ത്തുന്ന ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരുടെ ഓർമ്മക്കുറിപ്പുകൾ മാത്രമേ ഈ രാജ്യത്തെ അറിയുന്നതിന് ഉപകരിക്കുകയുള്ളോ? ചിന്തിച്ചു നോക്കുക. മുൻ ആർമി ചീഫ് എഴുതിയ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു വയ്ക്കുക. അതിൽ അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ ഒരു മാഗസിനിൽ വന്നപ്പോൾ മോദിയുടെയും സംഘികളുടെയും തനിനിറം തുറന്നു കാണിക്കുന്ന ഭാഗങ്ങൾ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പ്രതിപാദിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനുവദിക്കാതിരിക്കുക. ഇതിന്റെ അവസാന ഫലം എന്താണ്? ഇങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പിനെ കുറിച്ച് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഇത് തടഞ്ഞു വെച്ചതിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. നമ്മളിൽ ഇത് അറിയാമായിരുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സംഘികൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ചൊറിയാൻ ശ്രമിച്ചു. അതുവഴി അവരുടെ സത്യം രാജ്യം മുഴുവൻ അറിഞ്ഞു. വടി കൊടുത്ത് പൂരാകൃതി അടി വാങ്ങിച്ചു എന്ന് ചുരുക്കം. നരവനെ തൻ്റെ മെമ്വാറിൽ എഴുതിയ രാഹുൽ ഗാന്ധി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായ തെളിവുകളോടെ അറിയേണ്ടവർക്ക് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇതാ. വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇത് മുഴുവനായി വായിച്ച് മനസ്സിലാക്കാൻ മറക്കല്ലേ. അതുപോലെ കാരവൻ മാഗസിനും ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായല്ലോ അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?